ഇങ്ങോട്ട് വാടാ മക്കളെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിയായ രീതിയിൽ തന്നെയാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ മറ്റു ഈ കാര്യങ്ങളും ജയിലിൽ കിടക്കേണ്ട പ്രശ്നം വരുന്നില്ലല്ലോ. CPM സഹയാത്രികനായിരുന്ന നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി തേടി കോടതിയെ സമീപിക്കേണ്ട ഗതികേടും. CBI വന്നാൽ പുറത്തുവരിക പാർട്ടിക്കാരുടെ ബെനാമി ഇടപാടുകളോ? അധികമൊന്നുമില്ല സാർ. ആ ഫ്രഞ്ചുകാരന്മാർ ഇച്ചിരി ഡോളർ തന്നു, നമ്മളത് സന്തോഷമായിട്ട് വാങ്ങി. എല്ലാം കൂടെ നുള്ളി പറക്കി എണ്ണി നോക്കിയപ്പോ വെറും $3 ലക്ഷം. ഞാൻ വേണേ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം. ഈ $3 ലക്ഷം കടൽ കടന്ന് ഇന്ത്യയിലെത്തുമ്പോ 1 കോടി രൂപയായി മാറും. CBI അന്വേഷണമാണ് എല്ലാറ്റിന്റെയും അവസാനം എന്ന് പറയുന്ന വാക്ക് ഞങ്ങൾ ഒരിക്കലും അംഗീകരിച്ചില്ല. എന്നിട്ട് അയാൾ നിന്നെ കണ്ടെങ്കിൽ പണ്ടാരോടൊക്കെ നീ ഇങ്ങോട്ട് ഓടിക്കറിയത്. പിന്നെ ഞാൻ എങ്ങോട്ട് പോകും? എങ്ങോട്ടെങ്കിലും അവരെ ആവശ്യം കോടതിയാണല്ലോ പരിഗണിക്കുന്നത്. ആ കോടതി പരിഗണിക്കുന്നതിന്റെ ഭാഗമായിട്ട് കോടതി എന്താണോ പറയുന്നത് അതനുസരിച്ച് കാര്യങ്ങൾ നീങ്ങിക്കോട്ടെ. അന്വേഷണമാണ് എല്ലാറ്റിന്റെയും അവസാനം എന്ന് പറയുന്ന വാക്ക് ഞങ്ങൾ ഒരിക്കലും അംഗീകരിച്ചില്ല. വെച്ചുള്ള ചായക്കൊപ്പം ചുള്ള വാർത്തകൾ. നിഷേ, ഇരയെ ഇണയാക്കുന്ന അനിതര സാധാരണമായ ഒരു അത്ഭുത പ്രതിഭാസത്തിന്റെ പരീക്ഷണശാലയായി കേരളത്തെ മാധ്യമങ്ങൾ കാണുന്നു. അനിതര സാധാരണമായ ക്രമപ്രധാനമായി എനിക്ക് പറയാനുള്ളത് ലളിതമായിട്ടൊക്കെ പറഞ്ഞാലെന്താ ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന്. ഇപ്പോ CBI എൻക്വയറിക്ക് വേണ്ടിയിട്ട് മഞ്ജുഷ നൽകിയിട്ടുള്ള ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിൽ അടുത്ത മാസം 6-ാം തീയതി അത് കേൾക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു. അതിനൊന്നുമില്ലേ? CPIഎമ്മിനെ സംബന്ധിച്ച് ചരിത്രപരമായി തന്നെ വസ്തുതാപരമായ ഒരു നിലപാടുണ്ട്. ആ കേസിലെ കുറ്റാരോപിതയെ 11 ദിവസത്തോളം ജയിലിലടയ്ക്കാൻ കഴിഞ്ഞു. കഴിയാവുന്നതിൽ അധികമായിട്ടുള്ള മുഴുവൻ തെളിവുകളും സമാഹരിച്ച് അത് കോടതി മുമ്പാകെ എത്തിക്കുന്നതിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കഴിഞ്ഞിട്ടുണ്ട്. സ്തുത്യർഹമായിട്ടുള്ള ഒരു അന്വേഷണമാണ് അന്വേഷണ സംഘം നടത്തിയിട്ടുള്ളത് എന്നുള്ള അതനുസരിച്ച് കാര്യങ്ങൾ നീങ്ങിക്കോട്ടെ. പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ട്. പിന്നെ വലിയ ആനക്കാര്യങ്ങളാണല്ലോ നിങ്ങൾ ചെയ്തു കൂട്ടിയത്. നിലപാടിൽ നിന്ന് മാറിക്കൊണ്ട് CPMന് ഒരിക്കലും പറയാനാവില്ല. അതാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ വളരെ അസന്നിഗ്ധമായി ഇക്കാര്യത്തിൽ തന്റെ അഭിപ്രായം, പാർട്ടിയുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത്. ഇതിലേക്ക് മാറുമ്പോൾ നിങ്ങൾക്ക് ആർക്കും ഇതുവരെ ഒരു ആരോപണവും ദിവ്യ ഈ കൊലപാതകത്തിൽ സംസ്ഥാനത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള അവാർഡ് മാത്രമല്ല ഏറ്റവും കൂടുതൽ വേൾഡ് റെക്കോർഡ് ലഭിച്ചിട്ടുള്ള 1500ഓളം കുട്ടികളുടെ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ട് കണ്ണൂർ പഞ്ചായത്തിന് അവാർഡ് കിട്ടുമ്പോൾ ആ പഞ്ചായത്തിന്റെ ജില്ലാ പ്രസിഡന്റ് എന്ന് പറയുന്നത് സഖാവ് ദിവ്യയാണ്. ഞാനിത് പറയാൻ കാരണം നിങ്ങൾ മാധ്യമങ്ങൾ നാളിതുവരെ ഈ വിവരങ്ങളൊന്നും പുറത്തു പറയാനോ അതിനുള്ള ധൈര്യമോ നിങ്ങൾ കാണിച്ചിട്ടില്ല. അല്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾക്ക് വസ്തുതകൾ പറയുമ്പോൾ പൊള്ളുന്നുണ്ടാവും. ആ പൊള്ളലാണ് അമ്മൂമ്മയുടെ ചോദ്യം. ചില വസ്തുതകൾ കൂടിയുണ്ട്. കേരളത്തിൽ ഒരു പ്രബലമായ സർവീസ് സംഘടന, ആ സർവീസ് സംഘടനയ്ക്ക് അങ്ങ് സ്വയം പരിഹാസ്യനാവുകയാണ്. പോയി ചത്തുടട. നിങ്ങൾ കേരള സമൂഹത്തിന്റെ മൊത്തം ഉത്തരവാദിത്തം ഏറ്റെടുക്കണ്ടെന്നേ. കേരള സമൂഹത്തിന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ച് ഞങ്ങൾക്കും ബോധ്യമുണ്ടല്ലോ. ഞങ്ങളും ഈ കണ്ണും കാതും ചെവിയും ദിവസം ജയിലിലും 10-45 ദിവസമായി പീഡനം അനുഭവിക്കുന്ന ഒരു കുറ്റാരോപിത. ആ കുറ്റാരോപിതയുടെ മനുഷ്യാവകാശത്തെ കുറിച്ച് കരഞ്ഞു പോകുന്ന രംഗം അതിന് കാരണമാക്കിയാൽ 11 ദിവസം ജയിലിൽ കിടന്നു. അവർക്കെന്തോ പുരസ്കാരം കിട്ടിയിട്ടുള്ളതൊക്കെ താങ്കൾ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നലെ വരെ പൊതുജീവിതത്തിൽ സ്ഫടിക തുല്യമായ പൊതുജീവിതം നടത്തിയിരുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ മനുഷ്യാവകാശത്തെ കുറിച്ച് നിങ്ങൾ നാളിതുവരെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ബിരുദാനന്തര ബിരുദത്തിന് ഉന്നത വിജയം നേടിയിട്ടുള്ളതാണ് ആ സ്ത്രീ. ഓൾ ഇന്ത്യ റേഡിയോയിൽ അനൗൺസറായി ഔദ്യോഗിക ജീവിതം തുടങ്ങി.
അതിന് സംസ്ഥാന വനിതാ ഫുട്ബോൾ ടീം അംഗമായിരുന്നു. ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ്. ചാനലുകാർക്ക് ഇന്റർവ്യൂ കൊടുത്ത് മടുത്തു. മികച്ച എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കരിക്കുലർ ആക്ടിവിറ്റീസിലും മികച്ച സംഘാടകനെയും ആയി പ്രവർത്തിച്ചു വന്ന ഒരു വനിതയാണ് സഖാവ് ദിവ്യ. ഇതിനേക്കാൾ മികച്ച ആ ദിവ്യ പ്രൊഫൈലുള്ള ഇന്നലെ വരെ ക്രിമിനലുകൾ ഈ അനുഭവിച്ച രാജ്യത്ത് വേദനകൾ, ധാരാളമുണ്ട്. ആ അഡ്വക്കേറ്റ് ഹസ്കർ വേദനകൾ അതുകൊണ്ട് ആ ഈ മഹത്വമൊന്നും പറയേണ്ടതില്ല. അഡ്വക്കേറ്റ് ഹസ്കർ അവരെന്തായാലും എന്ത് ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. കുടുംബത്തെ നിഷ ഒരു കാരണം അനാഥയാക്കിയവരാണ്. അല്ല അവരെന്ത് തരത്തിലുള്ള കാരുണ്യം അർഹിക്കുന്നു? അവരെ ഇവിടെ പറഞ്ഞല്ലോ അന്ന് ജാമ്യാപേക്ഷയിൽ അങ്ങനെ പറയാനുള്ള 24 മണിക്കൂർ അല്ല ജോലി ഇപ്പോൾ ആ ചെയ്യണം, കുടുംബം 245 ഉന്നയിക്കുന്ന കിലോമീറ്റർ സഞ്ചരിക്കുന്നു നിഷ ഒരു നിമിഷം നിഷ ഒരു നിമിഷം അതിനേക്കാൾ ഉന്നത ബിരുദവും മഹത്വവും കൽപ്പിക്കപ്പെട്ടവർ ഇതിനേക്കാൾ വലിയ ക്രിമിനൽ കേസുകൾ പ്രതികളായിട്ടുണ്ട്. അഡ്വക്കേറ്റ് ഹസ്കർ പഠിക്കത്തുല്യമായ പൊതുപ്രവർത്തനം എന്നൊക്കെ പറയുമ്പോൾ ദയവ് ചെയ്ത് ആ വാക്കുള്ള മനോഹാരിത നശിപ്പിച്ച് കളയരുത്. ദയവ് ചെയ്ത് പി ദേവിയെ പറ്റി ഈ സ്വന്തം പാർട്ടിയിലുള്ള അഭിപ്രായമെങ്കിലും ഞാനിത് രാഷ്ട്രീയം പറയുന്നത് ഒന്ന് അന്വേഷിക്കണം. അവരുടെ സാമ്പത്തിക സോഴ്സുകൾ, അവരുടെ ജീവിത രീതി, ഇന്ന് അവരെത്തി നിൽക്കുന്നു, എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യം ദയവായി ഒന്ന് അന്വേഷിക്കണം. അവർ കൊടുത്ത ഈ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് കൊടുത്ത പദ്ധതികളുടെ അഴിമതികളെ പറ്റിയുള്ള ആരോപണങ്ങൾ ഒരാൾക്ക് മാത്രം കൊടുക്കുന്ന ആരോപണങ്ങൾ ഉൾപ്പെടെ ചിന്തിക്കണം. അവർ യാത്ര ചെയ്ത വിദേശ യാത്രകളെ പറ്റി ഒന്ന് അന്വേഷിക്കണം. ഞാനിതൊന്നും പറയുന്നത് ശരിയല്ല. ഈ ജയിലിൽ പോകുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ അവരുടെ വസ്ത്രധാരണ രീതി എത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള വസ്ത്രം അവർ ജുവലറി ഷോപ്പിലെ പരസ്യത്തിന് നിൽക്കുന്ന മാതിരിയുണ്ട്. സ്ഫടിക തുല്യമായ പൊതുജീവിതം നടത്തിയിരുന്ന ഒരു സ്ത്രീ. എന്തോ എങ്ങനെ മനുഷ്യാവകാശത്തെ കുറിച്ചും നിങ്ങൾ നാളിതുവരെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഈ ഒഴിക്കുന്നത് മൂത്രമല്ല, പ്രതിഷേധമാണ്. അതൊഴിച്ചതേ ഈ മുറ്റത്തല്ല, നിങ്ങളുടെ മുഖത്താണ്. ഇനി ഇവിടെ നിന്നാൽ അവൻ നിങ്ങളുടെ പൊക്കളിന് ചുറ്റും പണി തരും. ഞാൻ പോകണേ, എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇപ്പൊ പാഡ്സ് കമ്പനി വീണ്ടും കാണാം ചൂടുള്ള ചായക്കും. പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. പോടേ